എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മളുടെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോക്കകത്ത് കണ്ടില്ലേ, നമ്മൾ അവിടുന്ന് മീൻ മേടിച്ചുകൊണ്ടിരുന്നു. വരാലാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ വരാലിനെ അടിപൊളി വെട്ടി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിക്ക് മീൻകറി വെക്കാൻ പോവാണ്. മീൻകറി വെക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ജസ്റ്റ് നമ്മളൊരു രസത്തിന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ വരാല് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 സെക്കൻഡ് അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചട്ടി നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. അപ്പോൾ വെളിച്ചെണ്ണ ഇനി ഒന്ന് ചൂടാകണം. അപ്പോൾ നമ്മൾ ചട്ടിക്കകത്ത് വെക്കുമ്പോഴാണെങ്കിൽ വെളിച്ചെണ്ണ ഈ മൂട്ടിൽ മാത്രം ഇരിക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സൈഡ് ഇങ്ങനെ കരിയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ നമ്മളതൊന്ന് ചുറ്റിക്കുക. ഇങ്ങനെ ചട്ടീൻ്റെ ആ ഫുള്ളൊന്ന് ചുറ്റിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കരിയുകയില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ഇതാണ്, എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തോട്ട് നമ്മുടെ കടുക് ഇട്ടു. കടുക് ഇങ്ങനെ പൊട്ടിക്കതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഈ ഒരു സംഭവങ്ങളൊക്കെ അതിനകത്തോട്ട് ഇട്ടു കേട്ടോ. കറിവേപ്പിലയും ഇട്ടു. അപ്പം നമ്മൾ ഇഞ്ചിയൊക്കെ നല്ലോണം എടുത്തു, സവോളയൊക്കെ എടുത്തു. പക്ഷേ വെളുത്തുള്ളി നമ്മൾ കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ. കാരണം വെളുത്തുള്ളിക്ക് ഭയങ്കര പൈസയാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ ഇതിനനുസരിച്ചാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ പക്ഷേ വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്, നല്ലൊരു രുചിയായിരിക്കും കേട്ടോ. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് നമ്മൾ ഉപ്പിട്ട് കേട്ടോ. അപ്പോൾ ആക്സിൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേന് അടുപ്പ് മൂട്ടി കയറി ഇരിപ്പുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പിട്ടു, കല്ലുപ്പാണ് ഇട്ടത് കേട്ടോ. അമ്മ എപ്പോഴും കല്ലുപ്പാണ് അമ്മയ്ക്ക് ഒരു ഇഷ്ടം. അപ്പോൾ അമ്മ പണ്ടേ കല്ലുപ്പിട്ട് ശീലിച്ചതാണ്. അപ്പോൾ അമ്മയ്ക്ക് കറക്റ്റ് പാകമൊക്കെ അറിയാം കേട്ടോ. ഞാനെപ്പോഴും പൊടിയേ ഇടാറുള്ളൂ. അപ്പോൾ എനിക്ക് കല്ലുപ്പിൻ്റെ പാകം അറിയത്തില്ല. അപ്പോൾ ഇനി തക്കാളി ഇട്ട് കേട്ടോ. തക്കാളി നമ്മൾ ഈ ഒരു രീതിക്ക് നീട്ടത്തിലാണ് അരിഞ്ഞിട്ടേക്കുന്നത്. അപ്പോൾ ഒരു തക്കാളിയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലർക്ക് തക്കാളിയൊന്നും ഇഷ്ടമില്ല, അങ്ങനെ ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. അപ്പോൾ നമ്മൾ തക്കാളി ഒന്ന് വേകാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആക്സിൽ കാവലിരിക്കുവാണ്, ചട്ടിക്ക് കാവലിരിക്കുവാണ് ആക്സിൽ. അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് വരണം. ചിലർക്ക് തക്കാളിയൊന്നും ഇടുന്ന ഇഷ്ടമില്ല കേട്ടോ. ചിലർ തക്കാളിയൊന്നും ഇടാറില്ല. പക്ഷെ നമ്മൾ തക്കാളി ഇടാറുണ്ട്. നമ്മുടെ കറി ഒരു തിക്കായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും. അതുകൊണ്ട് അതിന് നമുക്കൊന്നും ഇഷ്ടമില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ തക്കാളിയൊക്കെ കുറച്ച് കൊഴുത്ത് നല്ല തിക്കായിട്ടുള്ള മീൻ കറിയാണ്, നമ്മൾ വരാല് കറിയാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി വെന്തിങ്ങനെ ഉടഞ്ഞിട്ടുണ്ട് കണ്ടോ. നല്ല വൃത്തിക്ക് അത് ഉടഞ്ഞു വരും. കുറച്ചും കൂടെ വേകുമ്പോഴത്തേനും നല്ലോണം ഉടയും കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് വെന്തിട്ട് വരും. കുറച്ച് പച്ച പോലത്തനാണെങ്കിൽ പക്ഷേ ചിലപ്പോൾ അത് വേകുകയില്ല, പച്ച പോലത്തനാണെങ്കിൽ. പക്ഷെ നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ അടിപൊളിയായിട്ട് അതിങ്ങനെ വെന്തുടഞ്ഞു വരും. അപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം നല്ല വെന്ത് ഇങ്ങനെ ഉടഞ്ഞ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികളൊക്കെയാണ് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മുട്ടക്കറിക്കാണെങ്കിൽ നമ്മൾ തക്കാളിയൊക്കെ ഇടും. ചിലർക്ക് ഇഷ്ടമില്ല, പക്ഷെ നമുക്ക് തക്കാളി ഇടുന്ന ഇഷ്ടം കേട്ടോ. അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇനി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കേട്ടോ. ചിലർ മല്ലിപ്പൊടി ഇടത്തില്ല, ചിലർ അങ്ങനെയൊക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇടും. പിന്നെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനാണെങ്കിൽ നല്ലൊരു കളറും കിട്ടും, ഭയങ്കര ഒരു കുത്തൽ, ചിലപ്പോൾ ചില മുളക് പൊടിക്ക് ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ അതാണെങ്കിൽ പക്ഷേ മുളക് പൊടി ഇട്ടില്ലെങ്കിൽ കറി ഒരുമാതിരി വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി അതിൻ്റെ കുത്തൽ മണവും അതൊക്കെ പോയി നല്ലോണം ചൂടാക്കി, പൊടിയൊക്കെ ചൂടാക്കി, അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കേട്ടോ. ആവശ്യത്തിന് എത്രയാണോ വെള്ളം വേണ്ടത് അത് നമ്മൾ ഒഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടുകാണ് കേട്ടോ. കടുക് പൊടിച്ചതാണ് നമ്മൾ ഇടുന്നത്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരാലിൻ്റെ തൊലി നമ്മൾ പൊളിച്ചിട്ടുണ്ടായിരുന്നു. തൊലി പൊളിച്ച് നമുക്ക് ആ ഒരു തൊലി കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരാലിൻ്റെ തൊലി പൊളിച്ചു കേട്ടോ. അപ്പോൾ അത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കടുക് പൊടിച്ചത് ഇടുന്നത് കേട്ടോ. കടുക് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മീനൊന്നും ഇങ്ങനെ ചിലതിങ്ങനെ പൊടിഞ്ഞു പോവുകയല്ലേ. അപ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മുടെ കടുക് നമ്മൾ പൊടിച്ചിട്ടിട്ടത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വരാൽ നമ്മുടെ തൊലി പൊളിച്ചു നമ്മൾ കേട്ടോ.
അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുടംപുളി നമ്മൾ വെള്ളത്തോടെയാണ് നമ്മൾ ഒഴിച്ചത് കേട്ടോ. 2-3 വട്ടം നമ്മൾ കുടംപുളി കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കും. പിന്നെ ആ വെള്ളത്തോടെയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചേക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഏതൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ആരോ പറയുന്നത് കേട്ടു ഇങ്ങനെ കുടംപുളി അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറി നല്ല തിക്കായിട്ടിരിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കറി ഇനി തിളയ്ക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ കറി അടിപൊളിയായിട്ട് തിളച്ച് മറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ എന്നായിരുന്നു ഇത് ഇട്ടില്ലായിരുന്നു, മറന്നുപോയി, ഉലുവാപ്പൊടി നമ്മൾ ലാസ്റ്റാണ് കേട്ടോ ഇടുന്നത്. നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ട് തിളച്ച് കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും. അപ്പോൾ നമ്മൾ ഉലുവാപ്പൊടി ഇപ്പോഴായിട്ട് കേട്ടോ. ചിലർ അത് പൊടി ആയതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇട്ടത്, അല്ലെങ്കിൽ ഉലുവയായിട്ട് ഇടുന്നെങ്കിൽ ആദ്യം കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ടേനെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എന്താ കളറെന്നൊക്കെ നോക്കിയാൽ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആക്സിൽ ഇവിടെ റെഡി ആയിട്ടിരിക്കും കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. കൊച്ചിൻ്റെ ബനിയൻ്റെ കളറിന, ഈ ബനിയൻ്റെ കളറിന ഉടുപ്പിൻ്റെ ബ്ലാക്ക് ബൈ പറ. അങ്ങനെ 10 മിനിറ്റും കൊണ്ട് നമ്മുടെ വരാല് കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ കറി വെച്ചപാടെ തന്നെ നമ്മൾ മീൻകറി കൂട്ടത്തില്ല കേട്ടോ. രാവിലെ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ കൂട്ടുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മീനിലേക്ക് നമ്മുടെ ആ ഒരു മസാലയൊക്കെ പിടിച്ച് എരിവും പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം തന്നെ കൂട്ടിയൊരു രസം ഉണ്ടാകത്തില്ല കേട്ടോ, ഒരു വെള്ളച്ചവയായിരിക്കും. അതുകൊണ്ട് നമ്മളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കൂട്ടാറ്. മീൻകറി അന്ന് തന്നെ കൂട്ടത്തില്ല, മിക്കവാറും പിറ്റേ ദിവസമായിരിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കൂട്ടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മുടെ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.